നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തടഞ്ഞുവെച്ച എല്ലാ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ. വിവാദമായ ഭൂപതിവ് ഭേദഗതി ബില്ലിനും അംഗീകാരം. അബ്കാരി നിയമ ഭേദഗതി, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകാരം നൽകിയത് 5 ബില്ലുകൾക്ക്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചതിന് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു. 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കഴിഞ്ഞ തവണത്തേക്കാൾ 6.5% കുറവ്. 3 മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാനിടയാക്കിയതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വൈകിയതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മനഃപൂർവ്വം വൈകിപ്പിച്ചതായാണ് സൂചനകൾ. ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചോ എന്ന് പരിശോധിക്കണമെന്നും VD സതീശൻ. പോളിംഗ് കുറഞ്ഞത് തിരിച്ചടിയല്ലെന്ന് UDF സ്ഥാനാർത്ഥി K സുധാകരൻ. മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും K സുധാകരൻ. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെന്ന് MT രമേശ്. വോട്ടർമാരെ അകറ്റി നിർത്തുന്ന സമീപനമുണ്ടായി. ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടും ആശയക്കുഴപ്പമുണ്ടായെന്നും MT രമേശ്. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞത് എല്ലാ പാർട്ടികളും പരിശോധന നടത്തേണ്ട വിഷയമാണെന്ന് ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ. UDFന് തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട്. വോട്ട് രേഖപ്പെടുത്തുന്നതിലെ താമസം, ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന്റെ കുറവ് ഉൾപ്പെടെ പോളിംഗിനെ ബാധിച്ചുവെന്നും ബെന്നി ബെഹനാൻ. വടകരയിൽ വോട്ടിംഗ് വൈകിയതിന് പിന്നിൽ അട്ടിമറി ആരോപണവുമായി കോൺഗ്രസ്. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറി നടന്നോ എന്ന് ഇലക്ഷൻ കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വയനാട്ടിൽ 3 കള്ളവോട്ടാരോപണം. പരാതി ഉയർന്നത് സുൽത്താൻ ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ എന്നിവിടങ്ങളിൽ. ബത്തേരിയിൽ ചീരക്കാത്തോട്ടം വീട്ടിൽ അൽഫോൺസ അജിത്തിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തെന്ന് പരാതി. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. കോട്ടയം പാലായിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് EVM-ൽ കാണിച്ചതായി പരാതി. കടനാട് പഞ്ചായത്തിലെ 25 നമ്പർ ബൂത്തിൽ 4 വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയെന്നാണ് പരാതി. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി LDF-ഉം UDF-ഉം. EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CPIM-ന് കടുത്ത അതൃപ്തി. തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം മറ്റൊന്നും പറയാനില്ലെന്നും തോമസ് ഐസക്. കൂടിക്കാഴ്ച നടത്തിയതിൽ പാർട്ടിക്ക് നേരിട്ട് വിശദീകരണം നൽകാൻ EP ജയരാജൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി എന്തിനാണ് ജാവ്ദേക്കറെ കണ്ടതെന്ന് വ്യക്തമാക്കണം. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ ഡീൽ എന്തെന്നും VD സതീശൻ. പ്രകാശ് ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് K സുധാകരൻ. പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്യാനെന്ന് പരിഹസിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. മരിക്കുന്നത് വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന് പത്മജയ്ക്ക് മറുപടി. പ്രകാശ് ജാവ്ദേക്കർ EP ജയരാജൻ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം മറുപടി നൽകിയിട്ടുണ്ടെന്നും യെച്ചൂരി. EP ജയരാജൻ BJP-യിൽ പോകുമെന്നത് പച്ച നുണയെന്ന് MV ജയരാജൻ. കോൺഗ്രസും BJP-യും തമ്മിലാണ് അന്തർധാരയുള്ളത്. തെരഞ്ഞെടുപ്പിന് തലേന്ന് നടത്തിയ പാഴ്ശ്രമമാണ് ആരോപണം. കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതെന്നും MV ജയരാജൻ. K കരുണാകരനെതിരായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാമർശത്തിൽ വിമർശനവുമായി K മുരളീധരൻ. K കരുണാകരൻ ഇന്നും സൂര്യ തേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമെന്നും അത് നോക്കി കുരച്ചിട്ട് കാര്യമില്ലെന്നും K മുരളീധരൻ. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലെന്ന് KC വേണുഗോപാൽ. കൃത്യമായ ഡീലാണ് നടന്നത്. മുഖ്യമന്ത്രിയാണ് പ്രധാന പ്രതി. കള്ളി വെളിച്ചത്തായപ്പോൾ EP ജയരാജൻ ബലിയാടായെന്നും KC വേണുഗോപാൽ. കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നത് അവിശ്വസനീയമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. മുഖ്യമന്ത്രി അറിയാതെ EP ജയരാജൻ ഒന്നും ചെയ്യില്ലെന്ന് രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വോട്ടിംഗ് വൈകിപ്പിച്ചുവെന്ന് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. കാലാവസ്ഥ അടക്കമുള്ള കാരണങ്ങളും വോട്ടിംഗ് കുറയാനിടയാക്കി. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകളിൽ 50,000 എണ്ണത്തിന്റെ കുറവ് കാണുന്നുവെന്നും ഹൈബി ഈഡൻ.
EVM-ൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴുള്ള താമസം വോട്ടിംഗ് കുറയാൻ കാരണമായെന്ന് എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ. ഉയർന്ന ചൂടും തിരിച്ചടിയായി. ആരോഗ്യ പ്രശ്നമുള്ളവരും പോളിംഗ് ബൂത്തിലെ ക്യൂ കാരണം എത്താൻ മടിച്ചു. പറവൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നത് തനിക്ക് അനുകൂലമാണെന്നും KJ ഷൈൻ. ആറ്റിങ്ങലിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാവുക UDF-നാണെന്നും V മുരളീധരൻ 24-നോട്. തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് LDF സ്ഥാനാർത്ഥി V ജോയ്. ചിട്ടയായ പ്രവർത്തനമാകും വിജയത്തിന് പിന്നിലെന്നും V ജോയ്. ഇടുക്കിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. UDF കേന്ദ്രങ്ങളിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. UDF-ന് സംസ്ഥാനത്ത് തന്നെ അഭിമാനിക്കാവുന്ന ലീഡ് ഇടുക്കിയിൽ ഉണ്ടാകുമെന്ന് ഡീൻ കുര്യാക്കോസ് 24-നോട്. ഇടുക്കിയിൽ വിജയമുറപ്പെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പോളിംഗ് ശതമാനത്തിലെ കുറവ് വിജയത്തെ ബാധിക്കില്ല. LDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും ജോയ്സ് ജോർജ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കുമെന്നതിൽ തർക്കമില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ. തിരുവനന്തപുരത്ത് നഗര വോട്ടുകൾ ആർക്ക് എന്നത് 2ാം സ്ഥാനം നിർണ്ണയിക്കും. കേരളത്തിൽ മാത്രമല്ല ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് അനുകൂല സാഹചര്യമെന്നും ശശി തരൂർ. രാഷ്ട്രീയത്തിൽ അധാർമികത കൊണ്ടുവന്ന BJP-യുടെ ചുവട് പിടിക്കുകയാണ് കോൺഗ്രസ് എന്ന് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. ജയിച്ചാൽ ശശി തരൂരിനെ കാണണമെങ്കിൽ ആകാശത്തേക്ക് നോക്കണമെന്ന് പരിഹാസം. രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്നും പന്ന്യൻ രവീന്ദ്രൻ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ചയുണ്ടായെന്ന് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും യന്ത്രത്തകരാറും വോട്ടെടുപ്പിനെ ബാധിച്ചു. CPIM വർഗീയ പ്രചാരണം നടത്തിയെന്നും NK പ്രേമചന്ദ്രൻ. പത്തനംതിട്ടയിൽ വൻ ഭൂരിപക്ഷത്തോടെ താൻ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ആന്റണിക്കെതിരായ വലിയ ജനവികാരമുണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും അനിൽ ആന്റണി. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ഒരാശങ്കയുമില്ലെന്ന് പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റണി. EP ജയരാജൻ വിവാദം വേദനിപ്പിച്ച ഇടത് പ്രവർത്തകർ തനിക്ക് വോട്ട് ചെയ്തു. മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും ആന്റണി 24-നോട്. താൻ ബൂത്തുകളിൽ പോയപ്പോൾ CPIM തടഞ്ഞുവെന്ന ആരോപണവുമായി ഷാഫി പറമ്പിൽ. കള്ളവോട്ട് തടസ്സപ്പെടുമെന്ന ഭയമാണ് CPIM-ന്. KK ശൈലജയ്ക്കെതിരെ വർഗീയ ധ്രുവീകരണത്തിന് താൻ ശ്രമിച്ചിട്ടില്ല. പോസ്റ്റ് വ്യാജമെന്ന് പലർക്കും മനസ്സിലായി. താൻ മാപ്പ് പറയണമെന്ന് എതിർ സ്ഥാനാർത്ഥി പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷ നിലപാടുകൾ ജനങ്ങളിൽ എത്തിച്ചുവെന്ന വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ. മണ്ഡലത്തിലെ വോട്ടർമാരെ പൂർണ്ണ വിശ്വാസമുണ്ട്. രാഹുൽ ഗാന്ധി മറ്റെവിടെയെങ്കിലും മത്സരിച്ചാൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഇന്ത്യ മുന്നണി സമവാക്യം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമെന്ന് പ്രതികരണം. ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ മനഃപൂർവ്വം പോളിംഗ് വൈകിപ്പിക്കാൻ ശ്രമിച്ചെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. സർക്കാരിനോട് എതിർപ്പുള്ള ആളുകളാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. UDF ശക്തി കേന്ദ്രങ്ങളിലെ പരമാവധി വോട്ടുകളും പോൾ ചെയ്തെന്ന് രമ്യ ഹരിദാസ്. പൊന്നാനിയിൽ മുസ്ലിം ലീഗിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ഇടതുപക്ഷത്തിന്റെ 95% വോട്ടുകളും പോൾ ചെയ്തു. LDF സ്ഥാനാർത്ഥി V വസീഫിനെ ബൂത്തിൽ തടയാൻ ശ്രമിച്ചെന്നും മന്ത്രി V അബ്ദുറഹ്മാൻ. മുൻകാലങ്ങളെക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. തെരഞ്ഞെടുപ്പിൽ സമസ്ത വോട്ട് പൂർണ്ണമായി ലഭിച്ചില്ലെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ 24-നോട്. ലീഗിനോട് താല്പര്യമില്ലാത്ത പലരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തനിക്ക് പറയാനുള്ളത് സമൂഹം സ്വീകരിച്ചെന്നും KS ഹംസ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ബിഷ്ണുപൂരിലെ നരൻസേനയിൽ 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. കുക്കി വിഭാഗക്കാരാണ് ആക്രമണം നടത്തിയതെന്ന് മണിപ്പൂർ പോലീസ്. പ്രദേശത്ത് കനത്ത സുരക്ഷ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവകൾ കൂട്ടത്തോടെ ഇറങ്ങി. കന്നിമല ലോവർ ഡിവിഷനിൽ എത്തിയത് 3 കടുവകൾ. ആശങ്കയിൽ തോട്ടം തൊഴിലാളികൾ. മേഖലയിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നത് കഴിഞ്ഞ ദിവസം. കോഴിക്കോട് ഫറോക്ക് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് കൊല്ലം ആലങ്കോട് സ്വദേശി അമൽ. 20ഓളം പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയ്ക്ക് പിന്നാലെ തൃശൂർ, കൊല്ലം ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. താപനില 41 ഡിഗ്രി സെൽഷ്യസ് കടക്കും. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ തിരുവങ്ങാട് കൽത്തൂൺ ഇളകി വീണ 14-കാരന് ദാരുണാന്ത്യം. മരിച്ചത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനികേത്. അപകടം ഊഞ്ഞാലാടുന്നതിനിടെ.
ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരുക്ക്. ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടെ തെന്നി വീണാണ് പരുക്കേറ്റത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം. പരുക്ക് ഗുരുതരമല്ല. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ദേശാടന പക്ഷികളെ ക്രൂരമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘത്തിലെ 3 പേർ കോഴിക്കോട് പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശികൾ. പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിയിറക്കി അതിക്രൂരമായാണ് വേട്ടയാടിയിരുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ കടകളിൽ തീപിടുത്തം. സംഭവം ഇന്നലെ അർദ്ധരാത്രിയോടെ 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് പ്രാഥമിക വിവരം. നാളെ വിരമിക്കാനിരുന്ന KSEB ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പത്തനാപുരം വിളക്കുടി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ രഘു. കൊല്ലം അഞ്ചാലമൂട് സ്വദേശിയാണ്. പമ്പാ നദിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പെരുന്നാട് മാടമൺ ചെക്ക് ഡാമിലാണ് മൃതദേഹം ഒഴുകിയെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. തിരുവനന്തപുരം പാറശാല പരശുവെക്കലിൽ വീട്ടിൽ മോഷണം. 5 പവനും 80,000 രൂപയും കവർന്നു. കുടുംബം വീട്ടിലില്ലാതിരുന്ന സമയത്താണ് മോഷണം. അന്വേഷണം ആരംഭിച്ച് പാറശാല പോലീസ്. കൊടും ചൂടിൽ വെന്തുരുകി കൊല്ലത്തിന്റെ കിഴക്കൻ മേഖല. 2 ആഴ്ചക്കിടെ പുനലൂരിൽ മാത്രം സൂര്യാതപമേറ്റത് 20-ലധികം പേർക്ക്. പുനലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും ചൂട് കാരണമെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ആവേശത്തിലാക്കിയ പ്രവർത്തകരുമായി ആവേശം സിനിമ കണ്ട് ചാണ്ടി ഉമ്മൻ. കോട്ടയം പാല പുത്തേട്ട് തിയേറ്ററിലാണ് 200ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചാണ്ടി ഉമ്മൻ എത്തിയത്. തൃശൂർ ചാലക്കുടിയിൽ വൻ അഗ്നിബാധ. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ നഗരസഭയുടെ പ്ലാസ്റ്റിക് ശേഖരത്തിൽ വൻ അഗ്നിബാധ. അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഹോട്ടലിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 തൊഴിലാളികൾക്ക് പൊള്ളലേറ്റു. ഹോട്ടൽ തൊഴിലാളികളായ ബേബി, സിറാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ലഹരിക്കടത്തിന് വിസമ്മതിച്ച കഥകളി കലാകാരിയെ ഉപദ്രവിച്ച സ്ഥിരം കുറ്റവാളി നെട്ടൂർ ഹാരിസ് അറസ്റ്റിൽ. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരുക്ക്. വടക്കഞ്ചേരി കണക്കൻതുരുത്തി ചക്കുണ്ട് ഉഷയ്ക്കാണ് പരുക്കേറ്റത്. ജോലിക്ക് പോകുന്നതിനിടെ ഇന്ന് രാവിലെയാണ് പന്നിയുടെ കുത്തേറ്റത്. വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയിറങ്ങി. കളപ്പൊരുക്കൽ ജോസഫിന്റെ 1.5 വയസ്സ് പ്രായമുള്ള 2 പശുക്കളെ ആക്രമിച്ചു കൊന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇനി പ്രധാന അറിയിപ്പുകൾ. അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടി. മെയ് 2 വരെ അപേക്ഷ നൽകാം. കോഴഞ്ചേരി സെയിന്റ് തോമസ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30-ന് മുൻപ് അപേക്ഷ നൽകണം. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ ജില്ലയിൽ കോട്ടപ്പടി ഫുട്ബോൾ അക്കാദമിയിലേക്ക് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നു. മെയ് 4-ന് മലപ്പുറം കോട്ടപ്പടി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് സെലക്ഷൻ. ഇനി ദേശീയ വാർത്തകൾ. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. തീയണയ്ക്കാൻ വ്യോമസേനയുടെയും സൈന്യത്തിന്റെയും സഹായം തേടി വനം വകുപ്പ്. തെരഞ്ഞെടുപ്പ് ദിവസം സന്ദേശ് ഖാലിയിൽ റെയ്ഡ് നടത്തിയതിന് CBIക്കെതിരെ ബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പരാതി നൽകി. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകി തൃണമൂൽ കോൺഗ്രസ്. ഇന്നലെ സന്ദേശ് ഖാലിയിൽ നടന്ന റെയ്ഡിൽ വിദേശ നിർമ്മിത പിസ്റ്റളുകളും ആയുധങ്ങളും CBI പിടിച്ചെടുത്തിരുന്നു. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത കേസിൽ അൻമോൽ ബിഷ്ണോയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനാണ് അൻമോൽ ബിഷ്ണോയ്. ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദിയും വാരിസ് പഞ്ചാബ് D തലവനുമായ അമൃത്പാൽ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖദൂർ സാഹിബ് ലോക്സഭാ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് മാതാവ് ബൽവീന്ദർ കൗർ. അമൃത്പാൽ നിലവിൽ അസമിലെ ദിബ്രുഗഡ് ജയിലിലാണ്. ആം ആദ്മി MLA അമാനത്തുള്ള ഖാന് ജാമ്യം അനുവദിച്ച റൌസ് അവന്യൂ കോടതി. ജാമ്യം ഡൽഹി വഖഫ് ബോർഡിലെ നിയമനത്തിലും വസ്തുവകകൾ പാട്ടത്തിന് നൽകിയതിലും ക്രമക്കേട് നടത്തിയെന്ന കേസിൽ. PhD പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്ക് പകരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ യോഗ്യതാ പരീക്ഷയുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകാനൊരുങ്ങി JNU. സർവകലാശാലകൾക്ക് നെറ്റ് സ്കോർ മാനദണ്ഡമാക്കി PhD പ്രവേശനം നടത്താമെന്ന് UGC ഉത്തരവിറക്കിയത് മാർച്ചിൽ. തമിഴ്നാട്ടിലെ ഉലുന്തൂർപേട്ടയ്ക്ക് സമീപം ബസ് മറിഞ്ഞ അപകടം. 15 പേർക്ക് പരിക്ക്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് എടക്കൽ പോലീസ്. ദക്ഷിണേന്ത്യ കടുത്ത ജലപ്രതിസന്ധിയിൽ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന തെക്കൻ മേഖലയിൽ ജലസംഭരണികളിൽ അവശേഷിക്കുന്നത് മൊത്തം ശേഷിയുടെ 17% വെള്ളം മാത്രമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ.
ബീഹാറിൽ വിവാഹ ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ തീപിടുത്തത്തിൽ 6 പേർ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകാൻ നിർദ്ദേശം നൽകിയെന്നും നിതീഷ് കുമാർ. ലൈംഗികാതിക്രമ കേസിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ മുൻ ചീഫ് സ്പോർട്സ് ഓഫീസറും അർജുന പുരസ്കാർ ജേതാവുമായ ഖജൻ സിംഗിനെതിരെ നടപടി. പിരിച്ചുവിടൽ നടപടി ആരംഭിച്ച കേന്ദ്ര സർക്കാർ ഖജൻ സിംഗിന് നോട്ടീസ് അയച്ചു. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ നിന്ന് ബോംബുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കണമെങ്കിൽ 14 വർഷം എടുക്കുമെന്ന് വിദഗ്ധർ. അവശിഷ്ടങ്ങൾക്കിടയിൽ പൊട്ടാത്ത ബോംബുകൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്നും UN മുൻ ഉദ്യോഗസ്ഥൻ. ഖാൻ യൂനിസിലും നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. 15 പേർ കൊല്ലപ്പെട്ടു. നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് പൂർത്തിയായെന്ന് ഗസ സിവിൽ മന്ത്രാലയം. ചെങ്കടലിൽ ബ്രിട്ടീഷ് കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം. ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ആൻഡ്രോമിഡ സ്റ്റാർ എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് ആക്രമണം. റഷ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്നതിനിടെയായിരുന്നു ആക്രമണം. അമേരിക്കയിലെ ക്യാമ്പസുകളിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നു. പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അറസ്റ്റിലായവരിൽ ഇന്ത്യൻ വംശജയും തമിഴ്നാട്ടിൽ ജനിച്ച അചിന്ത്യ ശിവലിംഗമാണ് അറസ്റ്റിലായത്. US-ൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുരക്ഷിതരാണെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ എറിക് ഗാർസെറ്റി. പ്രതികരണം: 6ഓളം ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ. വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ചൈന ശ്രമിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. പരാമർശം ബ്ലിങ്കന്റെ ചൈന സന്ദർശനത്തിനിടെ. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് ഏകാധിപത്യ ഭരണമെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഭരണകൂടവുമായി ധാരണയിലെത്താനായില്ല. ധാരണയിലെത്തുന്നതിനേക്കാൾ നല്ലത് 9 വർഷം കൂടി ജയിലിൽ കഴിയുന്നതാണെന്നും ഇമ്രാൻഖാൻ. മാലദ്വീപ് തീരങ്ങളിൽ ചൈനീസ് ചാരക്കപ്പൽ തിരിച്ചെത്തിയതായി റിപ്പോർട്ട്. സിയാങ് യാൻ ഹോങ് എന്ന കപ്പലാണ് തിലഫുഷി തുറമുഖത്ത് തിരിച്ചെത്തിയത്. കാരണം വിശദീകരിക്കാതെ മാലദ്വീപ് ഭരണകൂടം. മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറിസ് മത്സരത്തിൽ വിജയിയായി 60-കാരി. ചരിത്രം സൃഷ്ടിച്ച അലജാന്ദ്ര മാരിസ സെപ്റ്റംബറിലെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ അർജന്റീനയെ പ്രതിനിധീകരിക്കും. ഒളിമ്പിക്സ് ദീപശിഖയെ വരവേൽക്കാനൊരുങ്ങി ഫ്രാൻസ്. സുരക്ഷാ വിന്യാസം ശക്തമാക്കി. 6000 പോലീസുകാരെ വിന്യസിക്കും. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 20 രൂപ കൂടി 6685 രൂപയായി. പവന് കൂടിയത് 160 രൂപ. 53,480 രൂപയാണ് പവന് ഇന്നത്തെ വില. രാജ്യാന്തര സ്വർണ്ണവില കൂടിയതിനെ തുടർന്നാണ് സംസ്ഥാനത്തും സ്വർണ്ണവില കൂടിയത്. ഐഫോണുകളിൽ ജനറേറ്റീവ് AI സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഓപ്പൺ AIയുമായി ചർച്ച നടത്തിയ ആപ്പിൾ. പുതിയ ഐഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആപ്പിളിന്റെ തന്നെ ഭാഷാ മോഡൽ ഉണ്ടാകുമെന്ന് സൂചന. ഇൻഹൗസ് മോഡലിന് പുറമെ iOS 18-ൽ ഓപ്പൺ AI ഫീച്ചറുകൾ ഉപയോഗിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. നിർമ്മാണത്തിലും വിൽപ്പനയിലും വമ്പൻ കുതിപ്പിനൊരുങ്ങി മാരുതി സുസുക്കിയുടെ 3.0 പദ്ധതി. 2031ഓടെ പ്രതിവർഷം 40 ലക്ഷം കാറുകൾ വിൽക്കുക ലക്ഷ്യം. കമ്പനിയുടെ നാലാം പാത അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയത് 48% വളർച്ച. രാജ്യത്തെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള തൊഴിൽ സംഘടനയുടെ കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചതെന്ന് ഇന്ത്യ. വിയോജിപ്പ് ILOയെ അറിയിച്ച് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രി. UN ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ 83% യുവാക്കളും തൊഴിൽ രഹിതർ. 8 പുതിയ സമ്മർ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. തീരുമാനം വേനൽക്കാല യാത്രകൾക്കുള്ള അധിക ആവശ്യം പരിഗണിച്ച് പ്രത്യേക ട്രെയിനുകൾ വരുന്നതോടെ വിവിധ സ്റ്റേഷനുകളിൽ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകുമെന്ന് പശ്ചിമ റെയിൽവേ. അമേരിക്കയുടെ ജനുവരി-മാർച്ച് പാത GDP നിരക്ക് ഇടിഞ്ഞു. വളർച്ചാ നിരക്ക് 3.4% നിന്ന് 1.6% കുത്തനെ കുറഞ്ഞു. മാർച്ചിലെ പണപ്പെരുപ്പം 2.5% നിന്ന് 2.7% ഉയർന്നു. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന വിലയിരുത്തൽ സജീവം. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ വെസ്റ്റ് ഹാം പോരാട്ടം പുരോഗമിക്കുന്നു. രാത്രി 7:30 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബേൺലിയെയും രാത്രി 12:30 ചെൽസി ആസ്റ്റൺ വില്ലയെയും നേരിടും. ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് മുൻ നായകൻ സൗരവ് ഗാംഗുലി. IPL-ൽ ഇരു താരങ്ങളുടെയും മികച്ച പ്രകടനം. ഓൾറൗണ്ടറായി അക്സർ പട്ടേലിനെയും പരിഗണിക്കണമെന്നും ഗാംഗുലി. തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയത്തുടക്കം. കാനഡയെ 3-0 തോൽപ്പിച്ചു. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ-തായ്ലൻഡ് മത്സരം പുരോഗമിക്കുന്നു. സൗദി പ്രോ ലീഗിൽ ജയം തുടരാൻ അൽ നസർ ഇന്നിറങ്ങും. എതിരാളികൾ അൽ ഖലീജ്. മത്സരം രാത്രി 11:30 ദമാമിൽ. കിരീട പ്രതീക്ഷ നിലനിർത്താൻ അൽ നസറിന് ജയം അനിവാര്യം. മേജർ ലീഗ് സോക്കറിൽ ജയം തുടരാൻ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി.
ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ന്യൂ ഇംഗ്ലണ്ടാണ് എതിരാളികൾ. ഈസ്റ്റേൺ കോൺഫറൻസിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് ഇന്റർ മയാമി. കലാസാംസ്കാരിക സിനിമാ വാർത്ത. വീരധീര ശൂരൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീഡിയോ പങ്കുവച്ച് വിക്രം. താരത്തിന്റെ പുതിയ ചിത്രത്തിനായി കാത്തിരിപ്പോടെ ആരാധകർ. സന്താനവും പ്രിയാലയെയും പ്രധാന വേഷത്തിലെത്തുന്ന ഇങ്ക നാൻ താങ് കിങ് എന്ന തമിഴ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ആനന്ദ് നാരായണനാണ് സംവിധാനം. കോപ്പ് ആംഗിൾ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ധ്യാൻ ശ്രീനിവാസൻ, വസിഷ്ഠ്, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന വേഷത്തിലെത്തും. ചിത്രം അടുത്ത മാസം 24-ന് പുറത്തിറങ്ങും. വൈറൽ ട്രെൻഡ്സ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ജാസി ഗിഫ്റ്റിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. വീഡിയോ കണ്ട് പൊട്ടിച്ചിരിച്ച് സൈബറിടം. ഇനിമേൽ എന്ന ആൽബത്തിന്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ പങ്കുവച്ച ശ്രുതി ഹാസൻ. കമൽഹാസന്റെയും ശ്രുതിയുടെയും ഗാനം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. നോക്കാം ഫാക്ട് ചെക്ക്. ദുബായിലെ വെള്ളപ്പൊക്കം തടയാനുള്ള സാങ്കേതിക വിദ്യയുടെ ദൃശ്യങ്ങൾ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ആഡംബര കാറുകൾ കയറ്റിവിടുന്ന ബോട്ടുകളുടെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. കമ്പ്യൂട്ടർ നിർമ്മിത വീഡിയോയാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. പാകിസ്ഥാനിൽ പ്രതിവാര പണപ്പെരുപ്പത്തിൽ ഗണ്യമായ വർധന. വാർഷികാടിസ്ഥാനത്തിൽ 27% വർധനയുണ്ടായതായി പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ജപ്പാനിലെ ഒഗാസവാര ദ്വീപുകളിൽ ഭൂചലനം 6.9 തീവ്രത രേഖപ്പെടുത്തി. സെൻട്രൽ ടോക്കിയോയിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി. ഓസ്ട്രേലിയയിൽ വിമാനം തകർന്ന് 2 മരണം. അപകടം വിക്ടോറിയയിലെ ആൽപൈൻ മേഖലയിൽ. US മെക്സിക്കോ അതിർത്തിക്ക് സമീപം ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് അന്തർ സംസ്ഥാന ഹൈവേ അടച്ചുപൂട്ടി. പാകിസ്ഥാന് വേണ്ടി നിർമ്മിച്ച 8 ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികളിൽ 1 ചൈന പുറത്തിറക്കി. ചടങ്ങിൽ പാകിസ്ഥാൻ നാവികസേന മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് പങ്കെടുത്തു. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ കടുത്ത ചൂട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈയിലെ ആശുപത്രിയിൽ വൻ തീപിടുത്തം. 4 പേർക്ക് പരിക്കേറ്റു. തീപിടുത്തം കാന്തിവാലി വെസ്റ്റിലുള്ള ആശുപത്രിയിൽ. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് കൂറ്റൻ സ്കോർ. 4 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 257 റൺസ്. വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയുമായി ജേക്ക് ഫ്രേസർ മക്ഗർഗ്.